മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രം ഇനി ബസിലിക്ക. മാഹി പള്ളിയുടെ ബസിലിക്ക പദവി പ്രഖ്യാപനവും സമർപ്പണവും കോഴിക്കോട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രത്തെ ബസിലിക്കയായി ഉയർത്തിക്കൊണ്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൽപ്പന ലത്തീനിലും മലയാളത്തിലും വായിച്ചുകൊണ്ടാണ് ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും നടത്തപ്പെട്ടത്. ബസിലിക്ക പദവി പ്രഖ്യാപനത്തിലും തുടർന്ന് വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി അർപ്പിച്ച പൊന്തിഫിക്കൽ ദിവ്യബലിയിലും മെത്രാന്മാരും വൈദികരും സന്യസ്തരും ആൽമായരും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രം ബസിലിക്കയായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. മലബാറിലെ ആദ്യ ബസിലിക്ക എന്ന വിശേഷണവും മാഹി പള്ളിക്ക് ഇനി സ്വന്തം. റോമൻ സഭയുമായും പരമോന്നത കത്തോലിക്ക സഭയുടെ അധികാരിയായ മാർപ്പാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടമാണ് ബസിലിക്ക. റോമിലെ വിശുദ്ധ പത്രോസിന്റെ പരമോന്നത സിംഹാസനവുമായുള്ള ഐക്യവും കൂട്ടായ്മയുമാണ് ഒരു ബസിലിക്ക ദേവാലയത്തെ വ്യത്യസ്തമാക്കുന്നത്. ബസിലിക്കയിൽ പ്രവേശിക്കുകയും വിശേഷപ്പെട്ട ദിനങ്ങളിലെ ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് റോമിലെ പരിശുദ്ധ സിംഹാസനം വഴിയായി പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ കഴിയുമെന്നതാണ് ബസിലിക്ക പദവി നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഫെബ്രുവരി 24 ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് ബസിലിക്ക പദവി പ്രഖ്യാപനം നടത്തപ്പെട്ടത്. വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് മുന്നോടിയായി കോഴിക്കോട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും നിർവഹിച്ചത്. ക്രിസ്തുവർഷം 2024 ഫെബ്രുവരി മാസം 24 മാഹി അമ്മ തെരേസയുടെ ദേവാലയത്തെ ബസിലിക്കയായി പ്രഖ്യാപിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നതായി ഞാനിതിനാൽ പ്രഖ്യാപിക്കുന്നു. ഒപ്പം മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രത്തെ ബസിലിക്കയായി ഉയർത്തിക്കൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ കൽപ്പന ലത്തീനിലും മലയാളത്തിലും വായിക്കുകയും ചെയ്തു. കൂടാതെ മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രത്തിലെ വികാരി ഫാദർ വിൻസെന്റ് പുളിക്കലിനെ റെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇതിനോടൊപ്പം വായിച്ചു. തുടർന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ മെത്രാന്മാരും വൈദികരും സഹകാർമ്മികരായി. ദിവ്യബലി മധ്യേ നൽകിയ വചന സന്ദേശത്തിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ബസിലിക്കയെക്കുറിച്ചും ദണ്ഡവിമോചനത്തെക്കുറിച്ചും ആഴമായ ചിന്തകൾ പങ്കുവച്ചു. ബസിലിക്ക എന്ന വാക്കിന്റെ അർത്ഥം ബാസിലിക്കെ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റേത് എന്നാണ്. അതിൻ്റെ ഗ്രീക്ക് ഭാഷ അറിയാവുന്നവർക്കറിയാം. ബാസിലിക്കോസ് രാജാവിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. രാജാവിൻ്റെ ഹോള് എന്നാണ് വാസ്തവത്തിൽ ബസിലിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരാർത്ഥം എന്ന് നിങ്ങൾക്ക് അറിവുള്ള കാര്യം. ഇത് ഏത് രാജാവിൻ്റെ ഹോളാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്ന ദൈവപുത്രനായ രാജാവിൻ്റെ ഹോളാണ്. ഈ ദേവാലയത്തിൽ കയറുന്നവർക്ക് സ്വർഗം തുറന്ന് ദൈവം അനുഗ്രഹങ്ങളുടെ വലിയ നിക്ഷേപം നൽകും. ഈ ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരിൽ നിന്ന് എല്ലാ തിന്മയുടെ ശക്തികളെയും ദൈവമായ കർത്താവ് ബന്ധിക്കും. ബസിലിക്ക പദവി എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ മേൽ കൃപ വർഷിക്കുന്ന, സ്വർഗം തുറന്ന് ദൈവം കൃപ വർഷിക്കുന്ന ദേവാലയമെന്നും നരകീയ ശക്തികൾ ബന്ധിതമാകുന്ന സ്ഥലം എന്നും അതിനർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാം. ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഈ ബസിലിക്ക എന്നത് നമുക്ക് പുണ്യ ഭണ്ഡാകാരം തുറന്ന് തിരുസഭാ മാതാവ് അനുഗ്രഹം വർഷിക്കുന്ന സ്ഥലമാണ്. അതാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു അസുലഭമായ അവസരമാണ് ഈ പരിശുദ്ധമായ ദേവാലയം ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ട പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക സഭയിലെ വിവിധ റീത്തുകളിൽ നിന്നുള്ള മെത്രാന്മാർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.